ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മടിയെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളിൽ എല്ലാവരിലും ഉള്ളൊരു സംഭവമാണ് ഈ മടി എന്ന് പറയുന്നത്. മടിയില്ലാത്ത ആരും തന്നെ ഉണ്ടാകില്ല. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഈ മടിയെ ഓവർകം ചെയ്യാനും അതിനെ ഒഴിവാക്കിക്കൊണ്ട് കൺസിസ്റ്റൻ്റായി വർക്ക് ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ലൈഫിൽ ബെറ്ററായി മാറാനോ നമ്മുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാക്കി എടുക്കാനോ സാധിക്കില്ല. സോ ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മടിയെന്ന് പറയുന്ന ഒരു വികാരം ശരിക്കും വളരെ മോശമായ ഒരു സംഗതിയൊന്നുമല്ല. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും പലപ്പോഴും മടി കാരണം പല മോശം സാഹചര്യങ്ങളും നമ്മുടെ ലൈഫിൽ സംഭവിക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിലെല്ലാം മടി എന്ന് പറയുന്ന വികാരം നമുക്ക് ആവശ്യമുള്ളതും അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ ബെറ്റർ ആക്കുന്നതുമാണ്. അതായത് തീരെ മടിയില്ലാത്ത എല്ലാ ജോലികളും ചെയ്യാൻ തയ്യാറായിട്ടുള്ള എന്തു ചെയ്യാനും മടിയില്ലാത്തൊരു വ്യക്തിയായി നമ്മൾ മാറുകയാണെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് തന്നെ ദോഷമായി മാറിയേക്കാം. അതായത് നമുക്ക് തീരെ മടിയില്ല എങ്കിൽ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും മറക്കാനും നമ്മുടെ സമയത്തിനോ നമ്മുടെ എഫേർട്ടിനോ വേണ്ടത്ര രീതിയിലുള്ള പരിഗണന കൊടുക്കാതെ പല കാര്യങ്ങളിലും അമിതമായി ഇൻവോൾവ് ആകാനായി ഇത് കാരണമായേക്കാം. അതുപോലെ തന്നെ ഇത്തരത്തിൽ മടിയില്ലാത്ത നമ്മുടെ മെൻറ്റാലിറ്റി പല ആളുകളും മുതലെടുക്കാനും നമ്മളെ അവർക്ക് വേണ്ട പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാനും ഇത് കാരണമായേക്കാം. സോ ഇത്തരത്തിൽ നമ്മുടെ സമയത്തിന് വാല്യൂ നൽകാതെ നമ്മൾ നൽകുന്ന എഫേർട്ടിന് തീരെ ഇമ്പോർട്ടൻസ് നൽകാതെ മറ്റുള്ളവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അനാവശ്യമായ പല കാര്യങ്ങൾക്കും വേണ്ടിയോ തീരെ യാതൊരു രീതിയിലുമുള്ള മടിയില്ലാതെ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതും നമുക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ വളരെ നെഗറ്റീവായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. സോ എല്ലാ കാര്യങ്ങളിലും അതിൻ്റേതായ ക്വാളിറ്റീസും നെഗറ്റീവായ കാര്യങ്ങളുമുണ്ട്. സോ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുകയും വേണ്ട രീതിയിൽ നമുക്കാവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ മടി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ സമയത്തെ അനാവശ്യമായി ചിലവാക്കാതിരിക്കാനും അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് ഇട്ട് നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ എനർജിയെയും പാഴാക്കാതിരിക്കാനും നമ്മുടെ മൈൻഡും മനസ്സും കാൽക്കുലേറ്റ് ചെയ്തുണ്ടാക്കുന്ന ഒരു ഇമോഷനാണ് ഈ പറയുന്ന മടി എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് നല്ല രീതിയിലും മോശ രീതിയിലും നമ്മളെ ബാധിച്ചേക്കാം. സോ നല്ല രീതിയിൽ എങ്ങനെ ബാധിച്ചു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നീ കാണുന്ന ഈ ലോകവും ഇതിൻ്റെ ടെക്നോളജിയെല്ലാം നമ്മൾ മനുഷ്യരിലുള്ള മടി കാരണം ഉണ്ടായതാണ്. അതായത് നമുക്ക് ഒരുപാട് എനർജിയോ ടൈമോ വേസ്റ്റ് ആക്കാനുള്ള ഒരു തരം താല്പര്യമില്ലായ്മയാണ് ഇത്തരത്തിലുള്ള പല ടെക്നോളജികളും പല ഇന്നോവേറ്റീവായിട്ടുള്ള മെഷീൻസും. സോ ഇതിനെല്ലാം കാരണം നമ്മളിലുള്ള മടി തന്നെയാണ്. സോ നമ്മളിലുള്ള ഈ മടി കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പല പ്രൊഡക്റ്റീവായ ഹെൽപ്ഫുള്ളായ പല കാര്യങ്ങളും സംഭവിച്ചതിന് കാരണമായത്. എന്നാൽ ഇനി ഇതിൻ്റെ മോശം വശം എന്താണെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ പല ആളുകളും കൂടുതൽ മടിയന്മാരും അലസന്മാരുമായി മാറി എന്നുള്ളതാണ്. സോ അതായത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാതെ വളരെ ഷോർട്ട് ടൈമിൽ ലഭിക്കുന്നതും ഒരുപാട് എഫേർട്ടൊന്നും ഇടാതെ വളരെ ലെസ് എഫേർട്ടിൽ ലഭിക്കുന്നതുമായ ഒരു ചുറ്റുപാടിലേക്ക് ഇന്നത്തെ ലോകവും നമ്മളെല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത്തരത്തിലുള്ള ഒരു ലോകത്ത് ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളിലും ഡിസ്ട്രാക്റ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വളരെ എഫേർട്ട് ഇടേണ്ടതോ ആയ കാര്യങ്ങളിൽ ഇന്ന് പല ആളുകളും ഒരുപാട് വീക്കാണ്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ആകാനായി പല ആളുകൾക്കും സാധിക്കാറില്ല. ഇത് അവരെ ഒരുപാട് ട്രിഗേർഡ് ആക്കുന്നതും അവരെ ദേഷ്യം പിടിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ്. സോ അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും മടിയെന്നുള്ള കാര്യം വളരെ കോമൺ ആയിട്ടുള്ളതാണ്. അതായത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുകയും ഒരുപാട് എഫേർട്ട് ഇടേണ്ടതുമായ കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന മെൻറ്റാലിറ്റിയാണ് നമ്മൾ മനുഷ്യർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ആകാനായി നമ്മളുടെ മൈൻഡ് ഒരിക്കലും നമ്മളെ ഫോഴ്സ് ചെയ്യില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുവേണ്ടി ഫോഴ്സ് ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് പല വർക്കുകളും പല പ്രോഗ്രസീവായ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാനായി സാധിക്കൂ. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് പറയുന്നത് കേൾക്കുകയും അത്തരം ചിന്താഗതികൾക്ക് കീഴടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു മടിയനും അലസനുമായി മാറുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാനോ ചെയ്തു തീർക്കാനോ സാധിക്കില്ല. ഇനി ഇതിൻ്റെ മറ്റൊരു കാരണം എന്തെന്നാൽ ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ഡെവലപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയവും എഫേർട്ടും ഇടാതെ തന്നെ നമുക്കൊരുപാട് സന്തോഷം നൽകുന്ന നമ്മളെ ഹാപ്പിയാക്കി നിലനിർത്തുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടും വളരെ എഫേർട്ട് ഇടാതെയും ലഭിക്കുമെന്നതാണ്. സോ ഇത്തരത്തിലൊരു എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഈ കോമൺ ആയിട്ടുള്ള മടി നമ്മളെ വിട്ടുപോകാതിരിക്കാനും അത്തരം മടിയും അലസതയും നിറഞ്ഞ സാഹചര്യങ്ങളിൽ ജീവിക്കാനും അത്തരം സാഹചര്യങ്ങളോട് ഇടപഴകിക്കൊണ്ട് ജീവിച്ചു തീർക്കാനും നമ്മുടെ ചുറ്റുപാടും അതുപോലെ നമ്മളും നമ്മളെ തന്നെ നമ്മൾ അറിയാതെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ അതിനു വേണ്ട സമയമോ എഫേർട്ടോ നിങ്ങൾ ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടി മറ്റാരെങ്കിലും അത് ചെയ്തു തരുന്നതായിരിക്കും. സോ ഇതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലും
ആക്ഷൻസ് എടുക്കാത്ത നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ബോഡിയും പതിയെ വീക്കായി മാറുകയും നിങ്ങൾ കൂടുതൽ മടിയനും അലസനുമായി മാറുകയും ചെയ്യും. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ലോകത്തുള്ള പല ടെക്നോളജിയും പല ഉപകരണങ്ങളും ലോകത്തുണ്ടായ പല മാറ്റങ്ങളും ഇത്തരത്തിലുള്ളവയാണ്. സോ ഇതിൽ നിന്നും നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളിലെ മടിയും അലസതയും മാറ്റി നിങ്ങൾക്ക് കൂടുതൽ പ്രോഗ്രസീവായി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ കൂടുതൽ ബെറ്ററാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇത്തരത്തിൽ ഷോർട്ട് ടൈമിൽ പ്ലഷർ നൽകുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുകയും ചെറിയ രീതിയിലെങ്കിലും എഫേർട്ട് ഇട്ടുകൊണ്ട് കാര്യങ്ങളെ നേടിയെടുക്കാനും അതിനുവേണ്ടി ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തു വയ്ക്കാനും ശ്രമിക്കുക. സോ ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ നമുക്ക് ചുറ്റുമുള്ളവരും നമ്മുടെ എൻവയറമെൻറ്റുമെല്ലാം നമ്മളെ പല കാര്യങ്ങളിലേക്കും ഫോഴ്സ് ചെയ്യുകയും നമ്മുടെ പല കാര്യങ്ങളിലും കൈകടത്താനായി ശ്രമിക്കുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ആ സോഷ്യൽ സർക്കിളിൽ ആ എൻവയറമെൻറ്റിൽ തന്നെ കുടുങ്ങിക്കിടന്നുകൊണ്ട് നമ്മളും ജീവിക്കും. പക്ഷേ നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ മാറി ചിന്തിക്കുക തന്നെ വേണം. നമുക്ക് വേണ്ടി മറ്റാരും തന്നെ ഒന്നും ചെയ്തു തരാനോ യാതൊരു രീതിയിലും എഫേർട്ട് ഇടാനോ പോകുന്നില്ല. അതിനുവേണ്ടി നമ്മൾ തന്നെ നമ്മുടെ സമയവും എഫേർട്ടും നൽകേണ്ടതായി വരും.